ഒരു ബോധ്യമുണ്ട്. എന്ത്? കൂടാരമായ എന്റെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത ഒരു നിത്യഭവനം എനിക്ക് വേണ്ടി പണിതിരിക്കുന്നു. ഐ എം സോ ഹാപ്പി. യെസ്, ഐ എം ഹാപ്പി. ഇല്ല, നമ്മൾ എല്ലാവർക്കും സന്തോഷമാണ്. കാര്യം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൂടാരമായ നമ്മുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ ഒരു വെച്ചിക്കെട്ട് പോലെ ഉള്ളൂ നമ്മുടെ ഈ ലോകത്തിലെ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. നമ്മുടെ ബോഡി എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ, ഒരു വെട്ടിക്കെട്ട് പോലെ. എന്താ വെട്ടിക്കെട്ടെന്ന് നമ്മൾ സാധാരണ പറയുന്നത്? വലിയ കെട്ടിടം പണിയുമ്പോൾ അതിന് അടുത്ത് ചിലപ്പം പണ്ടൊക്കെ, ഇപ്പോഴാണല്ലോ വീടുകളൊക്കെ വാടകയ്ക്ക് കിട്ടുന്നത്. പക്ഷെ എന്ന് പറഞ്ഞാൽ പണ്ട് വീടുകളൊന്നും വാടകയ്ക്ക് കിട്ടാത്ത കാലത്ത് വലിയ വീട് പണിത്, വലിയ കൊട്ടാരം പോലുള്ള വീട് പണിതാലും അതിന്റെ അപ്പുറത്ത് നമ്മൾ എന്ത് ചെയ്യും? തൽക്കാലത്തേക്ക് താമസിക്കാൻ ഒരു ചെറിയ വെട്ടിക്കെട്ട് പോലെ ഉണ്ടാക്കും. അതുപോലെ ഒരു വെട്ടിക്കെട്ടേ ഉള്ളൂ നമ്മുടെ ബോഡി. എന്താണ്? നമുക്ക് വേണ്ടി ഒരു കെട്ടിടം സ്വർഗത്തിൽ ഒരുങ്ങുന്നുണ്ട്. ഇത് കൂടാരമാണെങ്കിൽ അത് കെട്ടിടമാണ്. ഇഫ് ഇറ്റ് ഇസ് എ ടെന്റ്, ദാറ്റ് ഇസ് എ ബിൽഡിംഗ്. മനസ്സിലാക്കണം? ആ ഒരു തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ തന്നെ, നിത്യതയെക്കുറിച്ചുള്ള ദർശനം ഉണ്ടാകുമ്പോൾ തന്നെ, നിത്യതയിൽ എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു എന്നൊരു യാഥാർത്ഥ്യം. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്ന നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ ന്യായാസന മുമ്പാകെ നമ്മൾ നിൽക്കേണ്ടതാകുന്നു എന്ന യാഥാർത്ഥ്യം. അപ്പൊ ഈ രണ്ട് യാഥാർത്ഥ്യങ്ങൾ നിത്യതയുടെ ദർശനമാണ്. അങ്ങനെ ആ നിത്യതയുടെ ദർശനം പ്രാപിക്കുമ്പോൾ 20-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീനെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അതിനിടയ്ക്കലത്തെ കാര്യങ്ങളാണ് ഇത്ര നാൾ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ. എന്താണ്? നമ്മളെ കർത്താവ് രക്ഷിച്ചു. പക്ഷെ കർത്താവ് നമ്മൾ രക്ഷിച്ചെങ്കിൽ നമ്മൾ ജീവിക്കുന്നത് നമുക്ക് വേണ്ടി ആകരുത്, നമുക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കണം. ഉയർത്തവനായിട്ട് ജീവിക്കുമ്പോൾ, ഉയർത്തവനായിട്ട് വി നീഡ് ടു ലിവ് ഫോർ ഹിം. എന്താണ് ആ പ്രവൃത്തി? ഞങ്ങൾ ഭൂമിയിൽ വെറുതെ കറങ്ങാൻ ജീവിക്കുകയല്ല. കുറച്ചാൾ ഭൂമിയിലൊക്കെ ഒന്ന് കറങ്ങി വെച്ച് വരാൻ കർത്താവ് നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുകയല്ല. ചിലർ പറയുന്ന പോലെ ജീവിക്കണ്ടേ ബ്രദറെ, പച്ചരി വാങ്ങിക്കണ്ടേ? അങ്ങനെ പച്ചരി വാങ്ങിക്കാൻ വേണ്ടി അല്ല നമ്മളെ ഭൂമിയിലേക്ക്. പച്ചരിയൊക്കെ കഴിച്ചു, എനിക്ക് പ്രയാസമൊന്നുമില്ല. പക്ഷെ നമ്മളെ ഇവിടെ ആക്കിയിരിക്കുന്നത് ഒരു കുടുംബ സന്ധാരണത്തിന് വേണ്ടി മാത്രമല്ല. എന്റെ ദൈവം എനിക്കൊരു കുടുംബത്തെ തന്നിട്ടുണ്ടല്ലോ, അവർക്ക് വല്ലതും കഴിക്കാനും കുടിക്കാനും ഒക്കെ ഉണ്ടായിക്കൊടുത്ത് നമുക്ക് ജീവിക്കണം. അങ്ങനെയുമല്ല, ഞങ്ങൾക്കൊരു ഉദ്യോഗമുണ്ട്. ഒരു ഉദ്യോഗമുണ്ട്. നിങ്ങളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഉദ്യോഗമുണ്ട്. അതേസമയം നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെയും മക്കളെയും ഒക്കെ നോക്കുന്നുണ്ടായിരിക്കും. പക്ഷേ നിങ്ങളിപ്പം സപ്പോസ് നിങ്ങൾക്ക് ഇവിടുത്തെ ഏതെങ്കിലും IT കമ്പനിയിൽ, ലൈക്ക് ഇൻഫോസിസിൽ നിങ്ങൾ ജോയിൻ ചെയ്തു, നിങ്ങളവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ അതിന്റെ CEO ആയി, നിങ്ങളെ വാഷിംഗ്ടണിൽ അതിന്റെ ഓഫീസിലേക്ക് നിങ്ങളെ പറഞ്ഞു വിടുകയാണെന്ന് വെച്ചോ. പറഞ്ഞു വിടുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്തുണ്ട്? അവിടെ നിങ്ങളുടെ ഭാര്യയും മക്കളും ഒക്കെ താമസിക്കുന്നുണ്ടായിരിക്കും, ഒക്കെ ശരിയാണ്. പക്ഷേ നിങ്ങൾ അവിടെ പോയത് ഭാര്യയും കുഞ്ഞുങ്ങളെയും കൂട്ടി അമേരിക്കയിൽ ജീവിക്കാനാണോ പോയത്? ആണോ? അല്ല. നിങ്ങൾക്ക് അവിടെ എന്തുണ്ട്? ഒരു ഉദ്യോഗമുണ്ട്. പോളതാ പറയുന്നത്, ഞങ്ങൾക്കൊരു ഉദ്യോഗമുണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ. ഞങ്ങൾ ക്രിസ്തുവിന്റെ സ്ഥാനാപതികളാണ്. ഇപ്പം നമ്മളിപ്പോ എത്രയോ സ്ഥലങ്ങളിൽ ടൂർ പോകുന്നുണ്ട്, അല്ലേ? ഇപ്പം ആരെങ്കിലും മൗറീഷ്യസിലേക്ക്, മൗറീഷ്യസ് വളരെ മനോഹരമായ സ്ഥലമാണെന്നാണ് ആളുകൾ പറയുന്നത്. മൗറീഷ്യസിലേക്ക് നിങ്ങൾ ഒരു ടൂർ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരൊക്കെ ജീവിച്ചു തിരിച്ചു വരാം. കാര്യം ഒരാഴ്ച നിങ്ങൾ ഒരു ടൂറിന് പോയതാണ്. കാര്യം നിങ്ങൾ കാശ് മുടക്കി നിങ്ങൾ പോയതാണ്. നിങ്ങളെ ആരും അവിടെ ആക്കിയതല്ല. എന്നാൽ മൗറീഷ്യസിന്റെ ഇന്ത്യൻ അംബാസഡറായിട്ട് നിങ്ങളെ ഇന്ത്യ നിയോഗിച്ചയച്ചാൽ നിങ്ങൾ പോയതല്ല, നിങ്ങളെ ആക്കിയതാണ്. ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം. മൊറീഷ്യസ് കാണാൻ നിങ്ങൾ പോയാൽ നിങ്ങളാണ് പോയത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്തിട്ട് തിരിച്ചു പോരാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങളെ അംബാസിഡർ ആക്കി അവിടെ ആക്കിയിരിക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും വൈകുന്നേരം ബീച്ചിൽ പോയി, കടലിൽ പോയി കാറ്റും കൊണ്ടുവച്ച് ഷോപ്പിംഗ് നടത്തിയേച്ച് 1.5 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരണോ? പിന്നെ കാര്യം നിങ്ങളെ അവിടെ എന്തിനു വേണ്ടി ആക്കി? ഇന്ത്യ എന്തിനു വേണ്ടിയാണ് നിങ്ങളെ അവിടെ ആക്കിയിരിക്കുന്നത്? ബീച്ചിൽ പോയി കാറ്റ് കൊള്ളുന്നതിനകത്ത് തെറ്റുമല്ലോ ഉണ്ടോ? പാവം വല്ലതും ഉണ്ടോ? കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം ബീച്ചിൽ പോയി കാറ്റ് കൊണ്ടിരുന്നു എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് റിപ്പോർട്ട് കൊടുക്കാൻ പറ്റുമോ? കാര്യം അതിനല്ലല്ലോ നിങ്ങളെ പറഞ്ഞു വിട്ടതാണോ? ടെൽമി, അല്ലല്ലോ. നിങ്ങളെ പറഞ്ഞു വിട്ടത് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഇന്ത്യക്ക് മൗറീഷ്യസിൽ എന്ത് ചെയ്യാനുണ്ടോ അത് ചെയ്യാൻ വേണ്ടിയാണ്. അതാണ് സ്ഥാനാപതി എന്ന് പറയുമ്പോൾ, അതാണ് അംബാസിഡർ എന്ന് പറയുമ്പോൾ. പൗലോസ് പറയുന്നു, ഞങ്ങൾ ഇവിടെ ഭൂമി വെറുതെ കറങ്ങി നടക്കാൻ വന്നതൊന്നുമല്ല, സ്ഥലം കാണാൻ വന്നവരല്ല, കുറെ സുഖമായിട്ട് ജീവിച്ചേച്ച് പോകാൻ വന്നതല്ല, ഭാര്യയും മക്കളെയും വളർത്താൻ അല്ലെങ്കിൽ ഭാര്യയും മക്കളെയും കുടുംബമായിട്ടൊന്ന് സന്തോഷിക്കാൻ വേണ്ടി വന്നതല്ല. കുടുംബം ഇതൊക്കെയെല്ലാം അവിടെ പോകുന്ന അംബാസിഡർ ബീച്ച് കാണാതിരിക്കുന്നില്ല, അംബാസിഡർ ഭാര്യയ്ക്കും മക്കൾക്കും കൊച്ചിനും ചെലവിന് കൊടുക്കാതിരിക്കുന്നില്ല, ഒന്നുമില്ല. പക്ഷേ അയാളുടെ ഊണിലും ഉറക്കത്തിലും ഒറ്റ ചിന്തയേ ഉള്ളൂ, അംബാസിഡറൊക്കെ ആകുമ്പം ചുമ്മാ കളിച്ചു നടക്കാനൊന്നും സമയമൊന്നും കിട്ടത്തില്ല.
അയാളുടെ മനസ്സിൽ ഒറ്റ ചിന്തയേ ഉള്ളൂ, ഇന്ത്യക്ക് ഇവിടെ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അത് ചെയ്യാൻ ഇന്ത്യ എന്നെ അയച്ചിരിക്കുകയാണ്, ഞാൻ ഇന്ത്യയുടെ പ്രതിനിധിയാണ്. അതുകൊണ്ട് ഓഫീസ് ടൈം പോലും അയക്ക് വിഷയമല്ല. മറ്റു പല ജോലികൾക്ക് നമ്മൾ ഓഫീസ് ടൈം മാത്രം നോക്കിയാൽ മതി. പക്ഷേ അംബാസഡർക്കൊന്നും അതൊന്നും നോക്കിയാൽ പറ്റത്തില്ല. പാതിരാത്രിക്ക് ഒരു ആവശ്യം ഉണ്ടായിക്കഴിഞ്ഞാലും എപ്പോൾ വന്നു കഴിഞ്ഞാലും 24 hours. ആൻഡ് അംബാസഡർ ഈസ് 24 hours ജോലി ചെയ്യുന്ന ആളാണ് ഒരു അംബാസഡർ എന്ന് പറയുന്നത്. അങ്ങനെ നോക്കാത്തവർ കാണും. പക്ഷേ അയാള് അയാൾ ലീവാണെങ്കിൽ പോലും, സപ്പോസ് അയാൾ ലീവ് എടുത്തെന്ന് വെക്കുക, ലീവ് എടുത്താലും അയാൾ അംബാസഡർ അല്ലാതാകുന്നില്ല. ഒരു ദിവസത്തേക്ക് അയാൾ ലീവ് എടുത്തു കഴിഞ്ഞാലും അയാൾ ഇന്ത്യയുടെ അംബാസഡർ. അയാൾ ഓഫീസിൽ ഇല്ല എന്ന് പറഞ്ഞാലും അയാൾ ആര് തന്നെയാണ്? ഇന്ത്യയുടെ അംബാസഡറാണ്, ഇല്ലേ? അയാൾ ലീവ് എടുത്താലും ഇന്ത്യയുടെ അംബാസഡറാണ്. എപ്പോഴും 24 hours കോളാണ്, ഏത് സമയത്തും. ഇന്ത്യ ഏതെങ്കിലും ഒരു കാര്യം പെട്ടെന്ന് തന്നെ മൊറീഷ്യസിന്റെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മന്ത്രിയോ അല്ലെങ്കിൽ ആരെങ്കിലും അവിടെ വന്നു, അവിടെ ഒരു അപകടം ഉണ്ടായെന്ന് വെക്കുക, ഇയാൾ ലീവിൽ ആയിരിക്കുന്ന സമയത്താണെന്ന് വെച്ചോ, അയാൾ പറയോ ഐ എം സോറി സർ, ഞാൻ ലീവിലാണെന്ന് പോലും പറയാൻ പറ്റത്തില്ല. അയാളെ എത്ര കുടുംബത്തോടുകൂടെ സമയം ചെലവഴിക്കുകയാണ്, എന്ത് കാര്യമാണെങ്കിലും അയാൾ ഉടനെ തന്നെ എല്ലാ കാര്യങ്ങളും ഇട്ടേച്ച് പോകും. ബിക്കോസ് ഹി ഈസ് ആൻ അംബാസിഡർ. പ്രൈമറിലി അയാൾ ഒരു അംബാസിഡറാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ കുടുംബം. ലോകത്തിന്റെ കാര്യത്തിൽ ഇതാണെങ്കിൽ, നമ്മൾ സ്വർഗത്തിന്റെ അംബാസിഡേഴ്സായിട്ട്, ക്രിസ്തുവിന്റെ അംബാസിഡേഴ്സായിട്ട് ഭൂമിയിലേക്ക് നിങ്ങളെ വിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രൈമറി ജോബ് എന്ന് പറയുന്നത് എന്താണ്? ക്രിസ്തുവിന്റെ സ്ഥാനാപതി എന്നുള്ളത് മാത്രമാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ നിങ്ങളുടെ സ്വത്തും നിങ്ങളുടെ പണവും നിങ്ങളുടെ വീടും നിങ്ങളുടെ കുഞ്ഞുങ്ങളും നിങ്ങളുടെ അധ്വാനവും നിങ്ങളുടെ ജോലിയും എന്തും അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ബിക്കോസ് വി ആർ അംബാസിഡേഴ്സ് ഫോർ ക്രൈസ്റ്റ്. ഈ ഒരു ബോധ്യമില്ലാതെ വിശ്വാസികൾ ജീവിക്കാൻ തുടങ്ങിയതാണ് സുവിശേഷീകരണം നടക്കാത്തതിന്റെ കാരണം. ഇതൊന്നും നമുക്കിപ്പോൾ ഇന്ന് വിഷയമല്ല. നമ്മൾ പറയുന്നത് ഇന്ത്യ ഗവൺമെന്റ് എനിക്കും എന്റെ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും ഇവിടെ സുഖമായിട്ട് ജീവിക്കാൻ മൊറീഷ്യസിലേക്ക് പണം അയച്ചു തന്നുകൊണ്ടിരിക്കണം എന്നതുപോലെ സ്വർഗത്തിലെ ഗവൺമെന്റ്, ഞാൻ അങ്ങോട്ട് സാധാരണ വിശ്വാസികളായി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പ്രിവിലേജും വേണം. എന്റെ ഒരു അങ്കിള് ഒരിക്കൽ സംസാരിച്ചു പറഞ്ഞു, ഒരാൾ വിശ്വാസിയായി കഴിഞ്ഞാൽ പിന്നെ അവൻ ചിന്തിക്കുന്നത് അവന് ബസയിലെ സൈഡ് സീറ്റ് തന്നെ കിട്ടണമെന്നാണ്. ബസയിലൊന്നും എത്ര വല്യമ്മമാര് വെറുതെ തൂങ്ങിക്കിടന്നാലും കർത്താവേ ഞാനൊരു ദൈവപൈതലായിട്ട് നീ എന്താ എനിക്കൊരു സീറ്റ് തരാത്തതെന്ന് വേണം ചോദിച്ചു കളയും. ഒരു ദൈവപൈതലായി കഴിഞ്ഞാൽ പിന്നെ എല്ലാ പ്രിവിലേജസും വേണമെന്നുള്ളതാണ്. ഞാൻ പറയുന്നത് വെറുതെയാണോ? നമ്മളുടെയൊക്കെ ചിന്ത അതല്ലേ? നമ്മളെല്ലാം പ്രാർത്ഥിക്കും, കർത്താവേ നിന്റെ ദാസനായിട്ടുള്ള എനിക്ക് കർത്താവേ നീ ഇത് ചെയ്തു തരാം. എല്ലാം പറയുന്ന പ്രിവിലേജസിന് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ലാതെ വേറെ എന്താണ്? ഒരു ബസ്സേ കയറിയാൽ സൈഡ് സീറ്റ് കിട്ടണം, എല്ലാ സുഖങ്ങളും പിന്നെ വേണം. അതുകൊണ്ട് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ മൊറീഷ്യസിലേക്ക് ഇന്ത്യൻ അംബാസിഡർക്ക് ആവശ്യമായ പണമെല്ലാം അയച്ചു കൊടുത്തുകൊണ്ട് അയാളവിടെ സുഖമായിട്ട് ജീവിക്കുന്നത് പോലെ ദൈവത്തോട് പ്രാർത്ഥിച്ച് ഉള്ള സൗകര്യങ്ങളും സുഖങ്ങളും എല്ലാം വാങ്ങിച്ച് സുഖമായിട്ട് ഭൂമിയിൽ ജീവിച്ചേച്ച് ഒരു വക ദൈവത്തിന് വേണ്ടി ചെയ്യാതെ നേരെ അങ്ങോട്ട് ചെന്നോ, അവിടെ ചെല്ലുമ്പോൾ അറിയാം. പക്ഷെ കർത്താവ് നമ്മൾ എന്തിനു വേണ്ടി വിളിച്ചിരിക്കുന്നു? വി ആർ അംബാസിഡേഴ്സ് ഫോർ ക്രൈസ്റ്റ്. ഞാൻ ക്രിസ്തുവിന്റെ സ്ഥാനാപതികൾ. പ്രിയമുള്ളവരെ, ഈ ഒരു ബോധ്യത്തോടുകൂടെ ആയിരിക്കണം നമ്മൾ 24 hours സർവീസിലാണ്. വി ആർ അറ്റ് എ സർവീസ്. അവന്റെ സർവീസിലാണ്. നമ്മൾ അവന്റെ ദാസന്മാരാണ്. അവൻ നമ്മളെ അവന് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആക്കിയിരിക്കുകയാണ്. വി റെപ്രസെന്റ് ക്രൈസ്റ്റ്. നമ്മൾ ക്രിസ്തുവിനെ റെപ്രസെന്റ് ചെയ്യുകയാണ്. ഞാൻ ക്രിസ്തുവിന്റെ പ്രതിനിധിയാണ്. ക്രിസ്തുവിനെ ഇവിടെ ചെയ്യാൻ എന്തുണ്ടോ അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി, വേഴ്സ് 20 നമ്മൾ വായിക്കുമ്പോൾ, ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ എന്ന് ക്രിസ്തുവിന് പകരം നിങ്ങളെ അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെയാകുന്നു. സി, ക്രിസ്തുവിന് പകരം വി സ്റ്റാൻഡ് ഓൺ ബിഹാഫ് ഓഫ് ഗാഡ്, ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന് പകരം അതൊരു വലിയ പദവിയാണ്. എന്നാൽ അതേസമയം ഏത് പദവിയും അതിനോട് ചേർന്നൊരു ഉത്തരവാദിത്വമുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ പദവികൾ മാത്രം പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഉത്തരവാദിത്വത്തെക്കുറിച്ച് പഠിപ്പിക്കാത്തതിന്റെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഏത് പദവിയുടെയും പിന്നിൽ എന്തുണ്ട്? ഉത്തരവാദിത്വമുണ്ട്, ഇല്ലേ? നമുക്കൊരു നല്ല ജോലി കിട്ടുമ്പോൾ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ലോകത്തിൽ ഏറ്റവും സുഖമായിട്ട് ജീവിക്കുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമാൻഡ്സ് ഒബേ ചെയ്യുന്ന ജോലി ചെയ്യുന്നവരാണ്. നമ്മളോട് പറയാണ്, എടോ അതൊന്ന് ചെയ്തേരാ ഇതൊന്ന് ചെയ്തേരെന്ന് പറയാൻ നമുക്കൊരു ബോസ് ഉണ്ടെങ്കിൽ എന്തൊരു സുഖം, അതങ്ങ് ചെയ്താൽ മതിയല്ലോ. പക്ഷേ നമ്മുടെ ചിന്ത എന്നറിയാമോ? മുകളിലോട്ട് കയറും തോറും നമ്മൾ ഏതാണ്ട് വലിയ ആളാകുമെന്ന്.
എന്തോ ഒരു ഗതികേടാണ്. നിങ്ങളൊരു കമ്പനിയുടെ CEO ഒക്കെ ആക്കി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇത് മുഴുവൻ തലയിലിരിക്കുകയല്ലേ. CEO എന്ന് പറയുന്ന ഒരു ബോർഡ് വലത്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഒഴികെ ഒരു കമ്പനിയുടെ CEO ആയി കഴിഞ്ഞാൽ വാട്ട് ഈസ് അത് അറിയാം. ഒരു സെഷന്റെ ജോലി തന്നെ നമുക്ക് ഉത്തരവാദിത്തം, അല്ലെങ്കിൽ ഒരു പദവിയിലേക്ക് നമ്മൾ ഉയരും. ഓരോ പ്രൊമോഷനും നിങ്ങളുടെ ടൈം കൂടുതൽ കൺസ്യൂം ചെയ്യല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഓരോ പ്രൊമോഷൻ കഴിയുമ്പോൾ, ഓരോ പദവികളിലേക്ക് മുകളിലേക്ക് കയറും തോറും എന്താണ്, നിങ്ങൾക്ക് പിന്നെ വേറെ ഒന്നും ചെയ്യാൻ വയ്യാത്തതുപോലെ, പിന്നെ വീട്ടിൽ വരാൻ സമയമില്ല, നിങ്ങൾക്ക് വേറെ കാര്യങ്ങൾക്ക് സമയമില്ല. പദവികൾ വർദ്ധിക്കും തോറും എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഉത്തരവാദിത്തങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് യാതൊരു സംശയമില്ല. അതുപോലെ ക്രിസ്തുവിന്റെ സ്ഥാനാപതി എന്ന് പറയുന്നത് വലിയൊരു പദവിയാണ്. പക്ഷേ ആ ക്രിസ്തുവിന്റെ പക്ഷേ ഇന്നത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പദവിയെക്കുറിച്ച് മാത്രമേ ആൾക്കാർ, നമ്മുടെ രാജാവിന്റെ മക്കളല്ലേ പ്രിയമുള്ളവരെ എന്തൊക്കെയാണ് പ്രസംഗത്തിൽ എല്ലാവരും പറയുന്നത്. രാജാവിന്റെ മക്കൾ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപാര വഴി കൂടെ നടന്ന് എന്തുവാണ് സുഖിച്ചു മതിച്ച് ജീവിക്കുകയാണോ? രാജാവിന്റെ മകനാണെങ്കിൽ രാജാവിന്റെ ശുശ്രൂഷ ചെയ്യണം, അതിനാ രാജാവിന്റെ മകനാകുന്നത്. നമ്മൾ ഇല്ലേ, അതെന്റെ പ്രശ്നം. നമ്മൾ രാജാവിന്റെ മക്കളാണ്, അതുകൊണ്ട് നമുക്കെല്ലാം നമ്മുടെ കയ്യിലുള്ളതാണ്. ഇവിടുത്തെ വെള്ളിയും ഇവിടുത്തെ പൊന്നും ഇവിടുത്തെ എല്ലാം നമ്മൾ രാജാവിന്റെ മക്കളല്ലേ. രാജാവിന്റെ മക്കളാണെങ്കിൽ രാജാവിനെ പോലെ ജീവിക്കേ. രാജാവിനെ പോലെ ജീവിക്കുന്നത് സുഖിച്ച് ജീവിക്കാനല്ല, രാജാവ് ജീവിക്കുന്ന അത്രയും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആരും കാണുന്നില്ല. അയാളുടെ കയ്യിലാണ് ഇത്രയും പ്രജകളുടെ ജീവൻ. ഇതേപോലെ തന്നെ നമ്മൾ ക്രിസ്തുവിന്റെ അംബാസഡേഴ്സ് ആകുമ്പോഴത്തേക്ക് നമ്മളുടെ ഉത്തരവാദിത്വം വർദ്ധിച്ചു വരികയാണ്. വെറുതെ അംബാസഡേഴ്സ് എന്ന് പറഞ്ഞ് നിർത്തുകയല്ല. അവിടെ പോള് പറയുന്നതായ ഭാഗം വേഴ്സ് 20 നമ്മൾ 19 and that Christ God reconciled the world to him, not counting their trespasses against them, and entrusting to us the message of reconciliation. So we are ambassadors for Christ, God making his appeal through us. ഞങ്ങൾ ക്രിസ്തുവിന്റെ സ്ഥാനാപതികൾ. അതുകൊണ്ട് ഇവിടെ എഴുതിയിരിക്കുന്ന വാക്ക് God making his appeal through us. ദൈവം തന്റെ അപേക്ഷ എന്ന് പറയുന്ന വാക്ക് അപ്പീൽ, അഭ്യർത്ഥന, that's a better word I think. ദൈവം തന്റെ അഭ്യർത്ഥന ഞങ്ങളിലൂടെ നൽകുന്നു. When you are an ambassador, ഞാനൊരു രാജ്യത്തിന്റെ അംബാസഡർ ആണെങ്കിൽ എന്റെ വാക്കുകൾക്ക് എന്റെ രാജ്യത്തിന്റെ അത്രയും ശക്തിയുണ്ട്. അതുകൊണ്ട് ഭയങ്കര ഉത്തരവാദിത്വമാണ്. കാര്യം എനിക്ക് അതും ഇതും പറയാൻ പറ്റില്ല. കാര്യം ഒരു ഞാൻ ഇന്ത്യയുടെ അംബാസഡറായിട്ടൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ പറയുന്ന ഓരോ വാക്കും ഇന്ത്യ പറയുന്നതിന് തുല്യമാണ്. ഞാൻ എന്തെങ്കിലും വിഡിത്തം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇന്ത്യ ഒരിക്കലും പറയാൻ പറ്റില്ല, അതങ്ങനെ വിവരമില്ലാതെ പറഞ്ഞാണെന്ന്. വിവരമില്ലാത്ത ആളെ എന്തിനാണോ താൻ നിങ്ങൾ അംബാസഡറാക്കിയെന്ന് ചോദിക്കും, ഇല്ലേ? മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പദവി വർദ്ധിക്കുന്നതനുസരിച്ച് എന്തുകൂടെ വർദ്ധിക്കുന്നുണ്ട്? ഉത്തരവാദിത്വം. പിന്നീട് എന്റെ ഓരോ വാക്കുകളും ദൈവത്തിന്റെ വാക്കുകളാണ്. When I am an ambassador for Christ, every word that proceeds from my mouth is the words of Jesus, and it should be the words of Jesus. പിന്നെ നമ്മുടെ മലയാള ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വായി തോന്നുന്നതൊന്നും വലിച്ചു പറയാനൊന്നും നമുക്ക് കഴിയത്തില്ല. കാര്യം എന്റെ വാക്കുകൾ ആരുടെ വാക്കുകളായിരിക്കണം? യേശുവിന്റെ വാക്കുകൾ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, സോ God making his appeal through us. ദൈവം തന്റെ അഭ്യർത്ഥന ഞങ്ങളിലൂടെ നിങ്ങളോട് സംസാരിക്കുകയാണ്. ഇത് പദവിയാണോ? തീർച്ചയായിട്ടും. It's a privilege to speak on behalf of God. But at the same time, it's a big responsibility. ഇതിനിടയ്ക്ക് എനിക്ക് ഒന്നും കയറ്റിവിടാൻ പറ്റത്തില്ല, ഒരു ചെറിയ വാക്ക് പോലും. Because I represent God. I represent Jesus. എന്റെ വാക്കുകളിൽ എനിക്ക് അതും ഇതൊന്നും കയറ്റിവിടാൻ കഴിയില്ല. ഒരു അംബാസഡർ ഒരിക്കലും അയാളുടെ ഈഗോ വർക്ക് ചെയ്യുന്നില്ല. ഒരു അംബാസഡർക്ക് ഒരിക്കലും അയാളുടെ ഈഗോ വർക്ക് ചെയ്യുന്നില്ല. കാര്യം അയാൾ ഹി സ്റ്റാൻഡ്സ് ഫോർ ദ കൺട്രി, ഇല്ലേ? Am I right? ഇതുപോലെ ഞാൻ യേശുവിന്റെ അംബാസഡറായി കഴിഞ്ഞാൽ അതാണ് എന്റെ ഉദ്യോഗം, എന്റെ പ്രൈമറി ആയിട്ടുള്ള ഉദ്യോഗം. ദൈവമക്കളെ, നിങ്ങളെയൊക്കെ ദൈവം ഭൂമിയിലാക്കിയിരിക്കുന്നത് ഈ ഉദ്യോഗം തന്നിട്ടാണ്. ഞാൻ ക്രിസ്തുവിന്റെ സ്ഥാനാപതിയാണ്. ക്രിസ്തുവിന്റെ സ്ഥാനാപതി ആയതുകൊണ്ട് എനിക്ക് അതുവിധം വാക്കുകൾ പറയാൻ കഴിയില്ല. കാരണം ലോകം മനസ്സിലാക്കിയിരിക്കുന്ന യാഥാർത്ഥ്യം എന്താണ്? He speaks on behalf of God, and God is making his appeal through him. So we are ambassadors for Christ, God making his appeal through us. We beseech you on behalf of Christ, be reconciled to God. അതുകൊണ്ട്
ഞങ്ങൾ ക്രിസ്തുവിന് പകരം നിങ്ങളോട് പറയുന്നു, ദൈവത്തോട് നിരന്നുകൊള്ളുക. ഇതാണ് സുവിശേഷം. സുവിശേഷം എനിക്ക് തോന്നുന്നത് പറയുന്നതല്ല. സുവിശേഷം പറയുന്നത് എന്താണ്? നീ ദൈവവുമായിട്ട് നിരപ്പില്ലാത്ത ആളാണ്. യു ആർ നോട്ട് റിക്കൺസൈൽഡ് ടു ഗാഡ്. ഗാഡ് ഈസ് സംവെയർ അവേ ഫ്രം യു, ബട്ട് നൗ യു ക്യാൻ റിക്കൺസൈൽ. നിനക്ക് തീർച്ചയായിട്ടും ദൈവത്തോട് റിക്കൺസൈൽ ചെയ്യാനായിട്ട്, ദൈവത്തോട് നിരപ്പ് പ്രാപിക്കാനായിട്ട് കഴിയും. അതിനാണ് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത്. ഇതാ ഇപ്പോഴാണ് അവസരം. യേശുവിനോട് അപേക്ഷിച്ച് എന്ത് ചെയ്യുക? ദൈവത്തോട് നിരന്നുകൊള്ളുക എന്ന് അവിടെ എഴുതിയിരിക്കുന്ന ആ വാക്കതാണ്. അതുകൊണ്ട് ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികൾ, ദൈവത്തോട് നിരന്നുകൊള്ളുവീനെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെയാകുന്നു. അതായത് ഈ വാക്ക് ആര് തന്നെ പറയുന്നതാണ്? When you preach gospel, it is not you who proclaim gospel, it is God. Because God wants to speak to them. ദൈവത്തിന് അവരോട് സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് ജനങ്ങളോട് പറയാണ്, these words are not our words. God speaks to you. തന്റെ ഇടം കണ്ടോ? ധൈര്യം കണ്ടോ? ഉത്തരവാദിത്വത്തിൽ നിന്നുണ്ടാകുന്ന ആ ബോധ്യം കണ്ടോ? ഞാനല്ല ഇത് പറയുന്നത്, ഇറ്റ് ഈസ് ഗാഡ്. പ്രിയമുള്ളവരെ, ഈ ബോധ്യം നമുക്കുണ്ടാകണമെങ്കിൽ ക്രിസ്തു എന്നിൽ ജീവിക്കണം. ഈ ബോധ്യം എനിക്ക് ഉണ്ടാകണമെങ്കിൽ എന്റെ നാവിലൂടെ എന്റെ വാക്ക് വരികയാണെങ്കിൽ എനിക്ക് ഒരിക്കലും സംസാരിക്കാൻ പറ്റത്തില്ല. ഞാൻ പറയുന്നു, ഇറ്റ് ഇസ് നോട്ട് ഐ ഹു സ്പീക്ക്, ഇറ്റ് ഇസ് ഗാഡ്. അതുകൊണ്ടാണ് ഓരോ പ്രോഫറ്റും സംസാരിക്കുമ്പോൾ അയാൾ പറയുന്നത് എന്താണെന്നറിയാമോ? Thus says the Lord. ഇതാ ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു. എന്തുകൊണ്ട്? അവന് ബോധ്യമുണ്ട്, അവൻ ദൈവത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് മൈ വേർഡ്സ്,